കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ഇതാ ഈശോ ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളി വരികയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കണമേ, എല്ലാവരും ചേർന്ന് സമയത്ത് പാടാം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴു വിളക്കിൻ നടുവിൽ
കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. ആദ്യനും യേശുവേ ആരാധന. അന്ത്യനും യേശുവേ നീ മാത്രമേ യേശുവേ. മഹത്വം. സ്തുതികൾക്കും യേശുവേ പുകഴ്ചയ്ക്കും യേശുവേ യോഗ്യനേ യേശുവേ. യേശുവേ ആരാധന. ആരാധന 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 കൃപാസന പ്രദർശീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും സ്നേഹത്തോടെയും പരിശുദ്ധമെന്നുള്ള വലിയ വിശ്വാസത്തിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധന, സ്തുതി, പുകഴ്ച, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധന, സ്തുതി, പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന.
അമേ പരിശുദ്ധ അമേ അമേ പരിശുദ്ധ അമേ ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. കരങ്ങൾ ഈശോയിലേക്ക് പിടിച്ച് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് രതിയുടെ സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരി പേര് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഈ മാസം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ള ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ് ഉള്ളത്, ചെറിയ സാക്ഷ്യങ്ങളല്ല. പക്ഷേ രതി പറഞ്ഞതിൻ്റെ ഒരു വിഷയം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, 2019 ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ ഘോഷയാത്രയാണ്. അത്രയും സാഹിത്യമൊക്കെ എങ്ങനെ പറഞ്ഞെന്ന് ഓർക്കണത്. പക്ഷേ ഞാൻ അതിൻ്റെ എന്താണ് ഇവർ പറയുക, ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒന്ന് 35 വയസ്സുള്ള ഒരു കല്യാണം ഒത്തില്ല. മാതാവിനോടൊന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം വെക്കണമെന്നല്ല പറഞ്ഞത്, എന്നെപ്പോലെ ശാന്തശീലതയും സൗമ്യ സ്വഭാവവുമുള്ള ഒരാളെ വേണം എനിക്ക് തരാൻ. അയാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം. കണ്ടീഷൻസാണത്. അത് അങ്ങനെയൊക്കെ മാതാവിനോട് പറയണമെങ്കിൽ അത്രയും ബന്ധം നമുക്കുണ്ടാകണം, അത്രയും വിശ്വാസം ഉണ്ടാകണം. നമുക്കിങ്ങനെ പറയാവോ, പറഞ്ഞാൽ ഒക്കുവോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ദൈവത്തോട് എന്ത് പറയാം, എന്ത് പറയേണ്ട എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അവർ റിലേഷൻ, പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ ബന്ധത്തിലാണ്.
അത് വലിയ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ കാമ്പെന്ന് പറയണത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷനാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പരിചരിച്ച് കൊണ്ടുവരേണ്ടതാണ്, ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് പേഴ്സണൽ റിലേഷൻ. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും ഈ ധ്യാനം ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാമോ വെച്ച് ഈ ധ്യാനത്തില് ഓൺലൈനായി സംബന്ധിക്കാനിരിക്കുന്നവരും അടിസ്ഥാനപരമായി ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ആ ബന്ധത്തിന്റെ ഭാഗമായ ഒരു വിശ്വാസവും ഉണ്ടാകുന്നതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ അഭിഷേകം ശ്രുതികട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയ ദൈവാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ആരാധന എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിയും എന്റെ കൊച്ചു ജീവിതത്തെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ആ പ്രാർത്ഥന വിസിബിളാണോ എന്ന് മാത്രമാണ്, വചനാധിഷ്ഠിതമാണോ, അതാണ് വിഷയം. പ്രാർത്ഥന വചനാധിഷ്ഠിതമാണെങ്കിൽ നിനക്കത് ടെക്നിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല അത് നിനക്ക് ലഭിക്കാൻ. എന്താണ് വചനം? എന്താ അതിൻ്റെ അത്? ലുക്ക 11:11 രതിയുടെ പ്രാർത്ഥനയിലെ വചനം എന്താ? ലുക്ക 11:11 മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? അതായത് ഇല്ലെന്നാണ്. മീൻ ചോദിച്ചാൽ മീൻ തന്നെ കൊടുക്കുമെന്നാണ്. അതാണ് വിഷയം. അത് വചനാധിഷ്ഠിതമാണ്, അല്ലാതെ അഹങ്കാരമോ തോന്നിവാസമോ അല്ല. അവരുടെ ആവശ്യമാണത്. അവർ നിഷ്കളങ്കമായി ചോദിച്ച ഒരു ആവശ്യമാണ്. അതിൻ്റെ അകത്ത് കളങ്കമൊന്നുമില്ല. ആവശ്യങ്ങളിൽ കളങ്കം വരരുത്. ഇപ്പം രതി നിഷ്കളങ്കമായി ചോദിച്ചാൽ ഞാൻ അതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം ആ പ്രാർത്ഥനയെ. അതായത് അവൾ എന്താ പറഞ്ഞത്? എനിക്ക് 35 വയസ്സായി. 35 വയസ്സാകുമ്പോൾ നമുക്കറിയാമല്ലോ റിസ്ക്കാണ്. കല്യാണം അവിടെ പോലെ റിസ്ക്കായി തുടങ്ങും. ജീവിത പങ്കാളികളുടെ എണ്ണം കുറഞ്ഞു വരും. പക്ഷേ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അവൾ എന്നാ പ്രാർത്ഥിക്കണത്? എനിക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ തന്നെ വേണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻസ് എന്താണ്? അയാൾ എന്നെപ്പോലെ സൽസ്വഭാവിയും ശാന്തനും സമാധാനപ്രിയനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ പുള്ളിക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അവരാരാണെന്നുള്ളതിനെക്കുറിച്ച്. ഇത് വലിയൊരു കോൺഫിഡൻസാണ്. അക്രൈസ്തവ സഹോദരിയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ പൊന്നാണ്. അത് അവർ എന്നെപ്പോലെ ശാന്തശീലതും നല്ല സ്വഭാവമുള്ള ആളായിരിക്കണമെന്ന്. അവർക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ട് എന്താ പറയണത്? ഞാൻ ചോദിച്ചത് തന്നെ ഈശോ തന്നു എന്നാണ്. സമാധാനപ്രിയനാണ്, ശാന്തനാണ്, ദൈവഭയമുണ്ട്, പിന്നെ കൂടാതെ ഗവൺമെൻറ് ജോലിയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചത് ഉടമ്പടിയുടെ ഒരു റേഞ്ച് അതാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ഗവൺമെൻറ് തഹസിൽദാരായാലും ശരി ആരായാലും നമ്മളോട് ചോദിക്കുന്നത് സ്കീം വരട്ടെ എന്നേ പറയത്തുള്ളൂ. അതിൻ്റെ സ്കീം ഉണ്ടോ എന്ന് നോക്കട്ടെ. സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് സർവൻസിന് ഗവൺമെൻറ് സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഴിമതിയാവും. ഇതുപോലെ തന്നെ ബിബ്ലിക്കൽ സ്കീമുണ്ട്. ഇവളുടെ രതിയുടെ അപേക്ഷ എന്ന് പറഞ്ഞാൽ സ്കീം അനുസരിച്ചാണ്. എന്താണ് അത്? ലുക്ക 11:11 എന്താണ്? മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തെളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം മുട്ട തന്നെ നമ്മൾ ചോദിക്കണത് തന്നെ തരുന്നതിന് ദൈവത്തിന് യാതൊരുവിധ
തടസ്സങ്ങളും നിലനിൽക്കുന്നില്ലെന്നാണ്. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ ചോദിക്കുന്ന തന്നെ തരുന്നതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല. പക്ഷേ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ ചോദിക്കുന്നതിൽ കളങ്കം ഉണ്ടാകരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിഷ്കളങ്കമായ പ്രാർത്ഥനയാൽ മനുഷ്യനെയും ദൈവത്തെയും കൂടെ കൂട്ടുന്ന പ്രാർത്ഥനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് നൽകണമേ. രോഗശാന്തി പ്രാർത്ഥന സമയമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. കൈകളെടുത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ആത്മനൊമ്പരങ്ങള് എല്ലാവരെക്കാളും ഉപരിയായി അറിയുന്നവനെ, എല്ലാ നൊമ്പരങ്ങളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എരിയും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അരികിൽ സദയം തുടരണേ, സുഖമായി എന്റെ ഉള്ളം അരികിൽ സദയം തുടരണേ, സുഖമായി എന്റെ ഉള്ളം. കൈകൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കരിഞ്ഞുപോയ ഒരു സ്ഥലം കർത്താവ് കാണിക്കുന്നുണ്ട്. കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കരിഞ്ഞിരിക്കണ. എങ്ങനെയാണ് കരിയണമെന്ന് അച്ഛൻ അറിയത്തില്ല. ശരീരം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു. കരിഞ്ഞ് വരുമ്പോൾ പോലെ, അതായത് ഇപ്പം ചിലപ്പോൾ കീമോ എടുത്ത് കരിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ മെഡിക്കേഷനിലൂടെ കരിഞ്ഞു പോയതാണ് ഈ കാണിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് കരിഞ്ഞ് കറുത്തുപോയ ശരീരഭാഗങ്ങളെ, ആ രോഗങ്ങൾ ഇപ്പോഴവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈശോ അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരു മൂക്ക് ഇങ്ങനെ മെസ്സേജിൽ വരുന്നുണ്ട്. ചിലപ്പോൾ മൂക്കിൽ സിസ്റ്റ് ആകാം, അല്ലെങ്കിൽ മൂക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ആയിരിക്കാം. മൂക്കിന് രോഗമുള്ളവർ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോഴവരെ കർത്താവ് സൗഖ്യപ്പെടും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിന്റെ നാസികയെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ.
വേരുകൾ ഓടുന്ന രോഗങ്ങൾ, വെളുത്ത വേരുകൾ, ചെറിയ രീതിയിലുള്ള വെളുത്ത നിറത്തിലുള്ള വേരുകൾ ഓടുന്ന രോഗങ്ങൾ, അങ്ങനെയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. സാക്ഷ്യം പറയുവാൻ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നത് എരിയും മെഴുകുതിരി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ തുടർന്ന് സദയം തൊടേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരേണേ സദയം തൊടേ സുഖമായിടും എൻ്റെ ഉള്ളം. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൈകളിൽ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച ഓരോ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു. അനേകായിരം പേര് കർത്താവെ അങ്ങേ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയ രോഗികളെ ഈശോ തൊടുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനം സംഭരിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കർത്താവെ തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ കർത്താവെ. ആണ് ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ നൽകി കർത്താവെ ജനതകൾക്ക് വേണ്ടി ഉപകരണം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നേവരെ കൃപാസനം വന്നു പോയ ഓരോ മക്കളെയും സ്പർശിക്കണമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന പ്രത്യക്ഷീകരണമാതാവേ.